നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭർത്താവുമായി പിണങ്ങി ഫ്ളാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ, 55 വയസ്സുള്ള ജെയ്സിയുടെ കഥയാണിത്. ഡേറ്റിംഗ് ആപ്പിലൂടെ അവൾ ഗിരീഷ് കുമാർ എന്നയാളെ പരിചയപ്പെടുന്നു. ഗിരീഷ് കുമാർ പിന്നീട് ഫ്ളാറ്റിലെ നിത്യ സന്ദർശകനായി. ഗിരീഷ് കുമാറിനെ സന്തോഷിപ്പിക്കാൻ കൂട്ടുകാരി ഖദീജയെ അവന് കൂട്ടിക്കൊടുക്കുന്നു. പിന്നീട് ഗിരീഷ് കുമാറും ഖദീജയും ഉറ്റ ചങ്കുകളായി മാറുന്നു. മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന ഒരു കൊലപാതകത്തിന്റെ പിന്നാമ്പുറ കഥകളാണിത്. ഈ ഖദീജയും ഗിരീഷ് കുമാറും ചേർന്ന് പിന്നീട് ജെയ്സിയെ കൊലപ്പെടുത്തിയതിന്റെ ക്രൂരതകൾ നമ്മൾ കേൾക്കുമ്പോൾ നടുങ്ങിപ്പോകും. അവിഹിതവും മദ്യപാനവും ഫ്ളാറ്റിലെ ഒറ്റയ്ക്കുള്ള താമസവും അതിലപ്പുറം കൂട്ടിക്കൊടുപ്പും ഒക്കെ ചേർന്ന വല്ലാത്തൊരു കഥ. കൂനന്തയിലെ അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന പെരുമ്പാവൂർ ചുണ്ടക്കുഴി കൊറാട്ടുകുടി വീട്ടിൽ ജെയ്സി അബ്രഹാമിന്റെ കൊലപാതകത്തിന് പിന്നിൽ നടുക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2 മാസത്തിലധികം നീണ്ടുനിന്ന പ്ലാനിംഗ്, വ്യക്തമായ തയ്യാറെടുപ്പുകൾ. പ്രതികളായ ഗിരീഷ് ബാബു, ഖദീജയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ മണിമണിയായി അവർ സംഭവിച്ചതൊക്കെ പോലീസിനോട് വെളിപ്പെടുത്തി. ജെയ്സിയുടെ കയ്യിൽ സ്ഥലം വിറ്റ് കിട്ടിയ വകയിൽ ഒരു 30 ലക്ഷം രൂപയുണ്ട് എന്ന വിവരം പ്രതികൾക്കറിയാം. ജെയ്സിയുടെ കയ്യിൽ സ്വർണ്ണാഭരണങ്ങളുമുണ്ട്. പണവും സ്വർണവും അപഹരിക്കുകയായിരുന്നു തങ്ങളുടെ ലക്ഷ്യം. കൂനന്തയിലെ ഫ്ളാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ജെയ്സിയുടെ മുഖ്യ വരുമാനം റിയൽ എസ്റ്റേറ്റ് ആണ്. ഒപ്പം സ്ത്രീകളെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവന്ന് കൂട്ടിക്കൊടുപ്പും അവർ നടത്തിയിരുന്നു. അടുത്ത കാലത്ത് ഒരു വസ്തു വിറ്റ വകയിൽ അവരുടെ കയ്യിൽ 30 ലക്ഷം രൂപയെത്തി. ഭർത്താവുമായി പിണങ്ങി കൂനന്തയിൽ ഒറ്റയ്ക്ക് താമസം തുടങ്ങിയ ജെയ്സി ഡേറ്റിംഗ് ആപ്പിൽ ഒരു പരസ്യമിട്ടു. അങ്ങനെയാണ് ഗിരീഷ് കുമാറുമായി പരിചയത്തിലാകുന്നത്. ജെയ്സിയെ സന്ദർശിക്കാൻ ഇടയ്ക്കിടെ ഗിരീഷ് ഈ ഫ്ളാറ്റിലെത്തും. ഗിരീഷ് കുമാർ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നുവെന്നാണ് ജെയ്സിയോട് പറഞ്ഞത്. IT കമ്പനിയിൽ ജോലിയുള്ള ഗിരീഷ് കുമാർ ഒരു കൊലപാതകം നടത്തി എന്ന് സുഹൃത്തുക്കൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജെയ്സിയുടെ ഫ്ളാറ്റിലെത്തിയപ്പോൾ ഒരിക്കൽ ഖദീജയെ പരിചയപ്പെട്ടു. ജെയ്സിയുടെ സുഹൃത്തെന്ന് പറഞ്ഞാണ് ഖദീജയെ പരിചയപ്പെടുത്തിയത്. ഖദീജ ഉൾപ്പെടെ പല സ്ത്രീകളെയും ജെയ്സി ഇവിടെ എത്തിക്കാറുണ്ട്. പല ആണുങ്ങൾക്കായി അവരെ പങ്കുവെക്കുകയും ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന പണവും ജെയ്സിയുടെ വരുമാന മാർഗമാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലെ സ്ഥാപനത്തിൽ കസ്റ്റമർ സപ്പോർട്ട് മാനേജരായി ഗിരീഷ് കുമാർ ജോലി ചെയ്യുന്നു. MCA ബിരുദധാരിയാണ് ഈ കൊലപാതകിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോൺ ആപ്പ് വഴിയും ക്രെഡിറ്റ് കാർഡ് വഴിയും വലിയൊരു തുകയുടെ കടക്കാരനായി ഇയാൾ മാറി. 85 ലക്ഷം രൂപ ഇയാൾക്ക് കടബാധ്യതയുണ്ട് എന്ന് പോലീസിനോട് ഗിരീഷ് സമ്മതിച്ചു. ഈ ബാധ്യത തീർക്കാനുള്ള പണം എങ്ങനെയും കണ്ടെത്തുകയായിരുന്നു ഗിരീഷിന്റെ ലക്ഷ്യം. ജെയ്സിയെ ഫോണിൽ ലഭിക്കാതെ വന്നപ്പോൾ കാനഡയിലുള്ള മകൾ പോലീസിനെ വിളിച്ചു. തുടർന്ന് പോലീസ് ഫ്ളാറ്റിലെത്തി പരിശോധനകൾ നടത്തിയപ്പോഴാണ് കുളിമുറിയിൽ തലയടിച്ച് മരിച്ചു കിടക്കുന്ന നിലയിൽ ജെയ്സിയെ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഇതൊരു അപകട മരണമല്ല എന്ന് തിരിച്ചറിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായ കൊലപാതകമെന്ന് തെളിഞ്ഞു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഗിരീഷ് കുമാറും ഖദീജയും ഒക്കെ അറസ്റ്റിലായത്. ജെയ്സിയെ കൊലപ്പെടുത്തി പണം അപഹരിച്ചെടുക്കാം എന്ന ഉപദേശം ആദ്യം ഗിരീഷ് കുമാറിന് നൽകിയത് ഖദീജ. ഖദീജയും ഗിരീഷ് കുമാറും ഇതിനുവേണ്ടി നിരന്തരം കൂടിക്കണ്ടു പലവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ആരുടെയും കണ്ണിൽപ്പെടാതെ എങ്ങനെ ജെയ്സിയുടെ ഫ്ളാറ്റിലെത്താം എന്നതായിരുന്നു ഇവരുടെ മുഖ്യ ആലോചന. നവംബർ 17-ാം തീയതി ഞായറാഴ്ച ജെയ്സിയുടെ ഫ്ളാറ്റിൽ ആരുമുണ്ടാകില്ല എന്നിവർ ഉറപ്പിച്ചു. തുടർന്ന് ഗിരീഷ് കുമാർ സഹോദരന്റെ ബൈക്കിൽ കാക്കനാട് NGO ക്വാർട്ടേഴ്സിന് സമീപമുള്ള വീട്ടിൽ നിന്ന് പല വഴികളിലൂടെ ചുറ്റിക്കറങ്ങി ഉണിച്ചിറ പൈപ്പ് ലൈൻ റോഡിലെത്തി. അവിടെ നിന്ന് 2 ഓട്ടോറിക്ഷകൾ അയാൾ മാറിക്കയറി. ഒടുവിൽ ജെയ്സിയുടെ ഫ്ളാറ്റിലെത്തി. CCTVയിൽ മുഖം പതിയാതിരിക്കാൻ ഹെൽമറ്റ് ധരിച്ചാണ് ഫ്ളാറ്റിലേക്ക് ചെന്നത്. അപ്പാർട്ട്മെന്റിൽ എത്തിയ പാടെ കയ്യിൽ കരുതിയ മദ്യം ജെയ്സിക്ക് കൈമാറി. പിന്നീട് ഇരുവരും ചേർന്ന് മദ്യപിച്ചു. മദ്യപിക്കുക ജെയ്സിയുടെ ഒരു ബലഹീനതയാണ്. ഗിരീഷ് കുമാറിനോട് ജെയ്സിക്ക് വല്ലാത്തൊരു അഭിനിവേശവും ഉണ്ടായിരുന്നു. മദ്യലഹരിയിലായ ജെയ്സിയെ പ്രതി ബാഗിൽ കരുതിയിരുന്ന ഡംബൽ എടുത്ത് തലയ്ക്ക് പലവട്ടം അടിച്ചു വീഴ്ത്തി. പിന്നീട് തലയണ മുഖത്തമർത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് വലിച്ചിഴച്ച് കുളിമുറിയിൽ കൊണ്ടുചെന്നിട്ടത്. സംശയം തോന്നാതിരിക്കാൻ വസ്ത്രങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെ മാറി. തറയിലും തൻ്റെ ദേഹത്തുമൊക്കെ പടർന്ന ചോരപ്പാടുകൾ കഴുകിക്കളഞ്ഞു. ജെയ്സിയുടെ 2 സ്വർണ്ണവള്ളകളും 2 മൊബൈൽ ഫോണുകളും ഇയാൾ അപഹരിച്ചെടുത്തു.
വീടാകെ പരതിയിട്ടും പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുളിമുറിയിൽ തെന്നി വീണ് പരിക്കേറ്റു മരിച്ചു എന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇയാൾ ശ്രമിച്ചത്. പിന്നീട് വാതിൽ പുറത്തുനിന്ന് പൂട്ടി താക്കോലുമായി മറ്റൊരു വഴിയിലൂടെ ഇയാൾ കടന്നു കളഞ്ഞു. ജെയ്സിയുടെ അപ്പാർട്ട്മെന്റിൽ ഒട്ടേറെ പേർ വന്നുപോകുന്നത് കൊണ്ട് പെട്ടെന്നാരും സംശയിക്കില്ല എന്ന് ഗിരീഷ് കുമാർ കരുതി. കൊലപാതകത്തിന് ശേഷം ഗിരീഷ് ഇക്കാര്യങ്ങൾ ഖദീജയെ അറിയിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്പാർട്ട്മെന്റിനും പരിസരത്തും വെളുപ്പിനും മറ്റും വന്ന് ഇയാൾ പോലീസ് നീക്കങ്ങളുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇനിയാണ് പോലീസ് അന്വേഷണത്തിന്റെ ട്വിസ്റ്റുകൾ. 18-ാം തീയതി പുലർച്ചെ 4 മണി കളമശ്ശേരി കൂനം തയ്യൽ 50-കാരിയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാനായി പോലീസ് കർശന നിരീക്ഷണങ്ങൾ ആരംഭിച്ചിരുന്നു. പിറ്റേന്ന് പുലർച്ചെ പ്രതി ഗിരീഷ് അപ്പാർട്ട്മെന്റിന് സമീപമെത്തുന്നു. അപ്പാർട്ട്മെന്റിൽ ക്യാമറകളില്ല. പുറത്തെവിടെയെങ്കിലും ക്യാമറകളുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു ഗിരീഷ് കുമാറിന്റെ ലക്ഷ്യം. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഇരുട്ടിൽ ചെറിയ ചുവന്ന വെട്ടം കണ്ടതോടെ ഗിരീഷ് ആകെ പതറി. ആ പതർച്ചയിൽ അയാൾ തലയിൽ കൈവച്ചു. അവിടെയുണ്ടായിരുന്ന ക്യാമറയിൽ തന്റെ വരവും പോക്കുമൊക്കെ പതിഞ്ഞതായി ഗിരീഷ് മനസ്സിലാക്കി. കൃത്യമായ പോലീസ് നിരീക്ഷണം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. CCTVയിൽ നിന്ന് ഗിരീഷ് വന്ന് അന്തം വിട്ട് തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഇതോടെ പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു: ഗിരീഷിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ശക്തമാക്കുക. പിന്നീട് തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ ഗിരീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. 2 മാസമായി ജെയ്സിയെ കൊലപ്പെടുത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയായിരുന്നു ഇയാൾ. ജെയ്സിയുടെ ഫ്ളാറ്റിന് സമീപം വരെ വന്ന് തിരിച്ചു പോവുകയായിരുന്നു ഈ 2 വട്ടം ഇയാൾ ചെയ്തത്. ഇതിനിടയിൽ പലവട്ടം ജെയ്സിയുടെ അടുക്കൽ വന്ന് മദ്യപിച്ചിരിക്കുകയും ജെയ്സിയുമായി കുശലാന്വേഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുക ഇയാളുടെ ശീലവുമായിരുന്നു. ഫ്ളാറ്റിൽ മറ്റാരും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ 17-ാം തീയതി ഞായറാഴ്ച ഇയാൾ തെരഞ്ഞെടുത്തത്. എന്നാൽ അപ്പാർട്ട്മെന്റിന് തൊട്ടടുത്തുള്ള വീട്ടിലെ ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞു. ഒരു ഹെൽമറ്റൊക്കെ വെച്ച് ഒരാൾ അപ്പാർട്ട്മെന്റിനുള്ളിലേക്ക് കടന്നു പോകുന്നു. അയാൾ തന്നെ തിരികെ ഇറങ്ങി വരുമ്പോൾ മറ്റൊരു ഷർട്ട്. ഇതേ ക്യാമറയിൽ മുൻപ് ഇവിടെ പലവട്ടം പതിഞ്ഞ ഗിരീഷിന്റെ രൂപസാദൃശ്യവുമായി നല്ല ചേർച്ചയുമുണ്ട് ആ കൊലപാതകിയുടെ ചിത്രത്തിന്. പോലീസിന് അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസവുമുണ്ടായില്ല. കൊലപാതകത്തിന് ശേഷം ചെങ്ങമനാട്ടുള്ള ബന്ധുവീട്ടിലും തുടർന്ന് ഇടുക്കിയിലേക്കും ഗിരീഷ് പോയി. ഇതിനിടയ്ക്ക് അപ്പാർട്ട്മെന്റിന് സമീപത്തെത്തി പോലീസ് നീക്കം പരിശോധിച്ചതാണ് പെട്ടെന്ന് ഇയാൾ കുടുക്കിലാകാനുള്ള കാരണം. എത്ര സൂക്ഷ്മതയോടെ കൊലപാതകം നടത്തിയാലും ദൈവം അവശേഷിപ്പിക്കുന്ന ചില തെളിവുകളുണ്ട്. അതുതന്നെയാണ് ഗിരീഷ് കുമാറിനെ കുടുക്കിയത്. എന്നാൽ അതിലപ്പുറം ഡേറ്റിംഗ് ആപ്പിലൂടെ ഒരു അപരിചിതനെ പരിചയപ്പെട്ട 55-കാരി, പിന്നെ അയാളും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന ശീലം, അവിഹിതങ്ങളും കൂട്ടിക്കൊടുപ്പുകളുമൊക്കെ നിറഞ്ഞ മറ്റൊരു ഇരുണ്ട ലോകത്താണ് ജെയ്സി ജീവിച്ചിരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.